അല്ല, പെൺകുട്ടിയെ നമ്മൾ എങ്ങനെ വിളിച്ചിട്ട് പ്രപ്പോസ് ചെയ്യും? ഇപ്പോൾ ലെസ്ബിയൻസ് ഒക്കെ ലീഗലാണല്ലോ. വേണ്ട വേണ്ട, അത് വേണ്ട. അത് വേണ്ട, അത് വേണ്ട. കൺട്രോൾ ചെയ്യേണ്ടി വന്നപ്പോൾ തന്നെ എനിക്ക് നല്ലൊരു ദേഷ്യം വരാൻ തുടങ്ങി. ഓക്കെ. ഞാൻ എൻ്റെ ഫോണൊക്കെ എറിഞ്ഞ് പൊട്ടിച്ചു. എന്താ ഫോൺ എറിഞ്ഞ് പൊട്ടിച്ചു? പൊട്ടിച്ചു. എന്താണ് ഞാൻ ചെയ്യുന്നതെന്ന് പോലും എനിക്ക് മനസ്സിലായില്ല. ഞാൻ പ്രേമിക്കുന്നു. എന്നെയോ? ഇതെല്ലാം അറിഞ്ഞിട്ടല്ലേ എന്നെ ഇഷ്ടപ്പെട്ടെ? ഇത് പെട്ടെന്ന് എന്താ ഇങ്ങനെ? അറിയാൽ അറിയാൽ ആലറിയാലി. ഇത് വേണോ? ഇത് വേണോ? ഇത് വേണ്ടത് വേണ്ട, കട്ട് ചെയ്യാം. ഇത് വേണ്ട. ഹായ് ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു ഫെയിം സ്റ്റെപ്സ്. ഞാൻ നിങ്ങളുടെ സ്വന്തം കിരണാണ്. ഇന്ന് നമ്മുടെ കൂടെ വിശിഷ്ട ഒരു അതിഥിയുണ്ട്. ഈ അതിഥിയെ പറ്റി പറയുകയാണെങ്കിൽ ഷീസ് എ മോഡൽ, ഒരു ഫാഷൻ ഡിസൈനറാണ്. ഇപ്പോൾ നമ്മളെ പേടിപ്പിക്കാനായിട്ട് ഗു എന്ന മൂവിയിൽ നമ്മളെ പേടിപ്പിച്ച് ഒരു നായികയെ നമ്മുടെ മുമ്പിൽ എത്തിയിരിക്കുകയാണ്. വെൽക്കം ടു അവർ ഷോ, അനീന ആഞ്ചല ജോസഫ്. താങ്ക് യു. അഞ്ജല ജോസഫ്. അഞ്ജല ജോസഫ്. ഓക്കെ, ഹായ്. ഹായ് ഹായ് ഹായ്. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. നല്ല വിശേഷം എന്ന് പറഞ്ഞാൽ ഗു ആണ് ഇപ്പോഴത്തെ വിശേഷം. അതെ, ഗു ആണ് ഇപ്പോഴത്തെ വിശേഷം. ഗു ഇപ്പോൾ റിലീസ് ചെയ്ത് ഇപ്പോൾ തിയേറ്റേഴ്സിൽ ഹൗസ്ഫുള്ളായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതെ. അപ്പോൾ ഗുവിൽ അനീന വന്നിട്ട് എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ ലൈഫ്? ഗൂഗിൾ ആക്ച്വലി ഞാൻ വരുന്നത് തന്നെ ഒരു അപ്രത്യക്ഷമായിട്ടായിരുന്നു. Okay. അതായത് മനു രാധാകൃഷ്ണൻ ഡയറക്ടർ എന്നെ ഒരു ഓഡീഷൻ വഴിയായിരുന്നു എന്നെ എടുത്തത്. സോ അങ്ങനെ ഓഡീഷൻ വഴി എന്നെ എടുത്തപ്പോൾ അവർക്ക് ആക്ച്വലി അത്ര സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല ആക്ച്വലി. ബിക്കോസ് ആ സമയത്ത് എനിക്ക് നല്ല ഓവർ വെയിറ്റ് ആയിരുന്നു. ഓക്കെ, ഓവർ വെയിറ്റ് എന്ന് പറയുമ്പോൾ ഒരു 61 ആ സംതിങ് ഉണ്ടായിരുന്നു. 61 kg. യെസ്. അതിന് ഇപ്പം എത്ര കിലോ ഉണ്ട്? ഇപ്പം ഞാൻ 45. എപ്പിഡ്ര. ഫുഡ് കഴിക്കാതിരുന്നു. രാവിലെ ജ്യൂസ്, ഉച്ചക്ക് ജ്യൂസ്, വൈകുന്നേരം ജ്യൂസ്, പിന്നെ വർക്കൗട്ട്. ഓക്കെ. അങ്ങനെ ഞാൻ ഒരുപാട് വണ്ണം കുറച്ചു. ഓക്കെ. അപ്പോഴായിരുന്നു അവർക്ക് എന്നിൽ കുറച്ച് വിശ്വാസം വന്നത്. അങ്ങനെ ഞാൻ ആക്ട് ചെയ്തു. ആ സമയത്ത് എനിക്കറിയില്ല ഞാനത് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തത് കാര്യങ്ങളൊക്കെ. കാരണം ഞാനും ആ ഒരു ക്യാരക്ടറും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഓക്കെ. അപ്പോൾ ആ ക്യാരക്ടർ ആവാൻ ഞാൻ ഒരുപാട് ട്രൈ ചെയ്തു, ഒരുപാട് റിസർച്ച് നടത്തി. അങ്ങനെ ഞാൻ അത് ചെയ്തു. ഒരു ഹൊറർ ക്യാരക്ടർ ചെയ്യാന്ന് പറഞ്ഞാൽ അത് അത്ര എളുപ്പമുള്ളൊരു കാര്യമില്ല. അതെ. എങ്ങനെയാണ് ഒരു ഹൊറർ ക്യാരക്ടർ, എന്താണ് റെഫർ ചെയ്തത് ആക്ച്വലി? ഞാൻ ആക്ച്വലി ഗൂഗിളാണ് ചെയ്തത്. ഞാൻ യൂട്യൂബും ഗൂഗിളൊക്കെ നോക്കി. കാരണം ഞാൻ ആ ഫിലിമിൽ മാത്രമേ ഇത് കണ്ടിട്ടുള്ളൂ. ഞാൻ നേരിട്ട് ഇതൊന്നും കണ്ടിട്ടില്ല. നമ്മൾ ആരും കണ്ടിട്ടുണ്ടാവാൻ ചാൻസ് ഇല്ലായിരിക്കും. എക്സ്പീരിയൻസ് ഇല്ല ഇതുവരെ, ഒരു ഗോസ്റ്റ്, ഒരു ഹൊറിഫൈയിങ് എക്സ്പീരിയൻസ് ഇല്ല എന്നാണ് പറയുന്നത്. ഇല്ല, നമ്മൾ ആക്ച്വലി ഇതൊക്കെ കുറെ നമ്മളുടെ അന്ധവിശ്വാസങ്ങളാണല്ലോ. അതാണ് ഗൂഗിളും കാണിക്കുന്നത്. നമ്മൾ ആ സമയത്ത് പോകരുത്, ഈ സമയത്ത് ഇറങ്ങരുത്, അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, അങ്ങനെ ആ ഒരു റെഫറാണ് നമ്മൾ ഈ മൂവിയിൽ എടുത്തിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ അങ്ങനെ കുറേ അന്ധവിശ്വാസങ്ങളൊക്കെ ഉണ്ട് നമ്മൾക്ക് എല്ലാവർക്കും. അപ്പോൾ അങ്ങനെ എനിക്ക് പേടിയുണ്ട്. അല്ലാതെ ഞാൻ ഇങ്ങനെ എക്സ്പീരിയൻസ് ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ പ്രേതമുണ്ടോ? അതൊക്കെ നമ്മളുടെ ഓരോരുത്തരുടെയും വിശ്വാസം. അനീനയുടെ വിശ്വാസം എന്താണ്? പ്രേതം ഉണ്ടോ? ഉണ്ടാവാം. അപ്പൊ ദൈവം ഉണ്ടെങ്കിൽ ഉണ്ടാവുമല്ലോ. പ്രേതം ഉണ്ടാവും. ഉണ്ടാവുമല്ലോ. ഓക്കെ. അപ്പോൾ ഗൂഗിൾ വന്നപ്പോൾ അങ്ങനെ എന്തെങ്കിലും, ഈ മൂവി ലൊക്കേഷനിൽ വന്നപ്പോൾ എന്തെങ്കിലും ബാഡ് എക്സ്പീരിയൻസ് പറഞ്ഞാൽ നെഗറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ്, അല്ല പ്രേതത്തിൻ്റെ ഒരു ആരൊക്കെയോ എന്തൊക്കെയോ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടു. ആ ലൊക്കേഷനിൽ ആ ഒരു മനയിൽ എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞു കേട്ടിരുന്നു. അങ്ങനെ എന്തെങ്കിലും ഫീൽ ചെയ്തിരുന്നു? ഇല്ല, എനിക്ക് ഫീൽ ചെയ്തില്ല. ബിക്കോസ് ഞാനായിരുന്നു അവിടെ ഹൊററായിട്ട് നിന്നത്. ബിക്കോസ് ഞാനായിരുന്നു അവിടെ എല്ലാവരെയും പേടിപ്പിക്കുന്നതും. ഞാൻ ആ മേക്കപ്പ് ഒക്കെ ഇട്ട് വന്ന് ഞാനായിരിക്കും അങ്ങനെയൊക്കെ നിൽക്കുന്നത്, ക്യാരക്ടർ പിടിച്ചിരുന്നത്. അപ്പം എനിക്കങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഓക്കെ. നമ്മൾ ഓൾറെഡി ഒരു പ്രേതായതുകൊണ്ട് മറ്റുള്ളവർ പേടിപ്പിക്കുന്നു. ഞാൻ ഓൾറെഡി പ്രേതമായതുകൊണ്ട് വേറൊരു പ്രേതം എൻ്റെ അടുത്തേക്ക് വരില്ലല്ലോ. അങ്ങനെയായിരുന്നു അത്. അപ്പോൾ ഓൾറെഡി പൊസസ്ഡ് ആയിരുന്നു. അതെ, ആ സമയത്ത് എനിക്ക് തോന്നുന്നു ഞാൻ ആ ദിവസം വന്ന് സെറ്റിൽ തന്നെ എനിക്ക് പൊസസ്ഡ് ആയിട്ടുള്ളൊരു സീക്വൻസ് ആയിരുന്നു ചെയ്യാനുണ്ടായിരുന്നത്. അപ്പോൾ വന്ന് അന്ന് തന്നെ എന്നെ കൊണ്ട് ബാധയാക്കി. ഓക്കെ. പിന്നെ ലൈഫിലോട്ട് വരികയാണെങ്കിൽ വാട്ട് അബൌട്ട് അനീന? എന്താണ് അനീന? ഞാൻ ആക്ച്വലി മോഡലാണ്. ഒരു 4-5 ഇയേഴ്സായി ഞാൻ മോഡലിംഗ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ സെൻറ്റ് റിസാസിൽ ഫാഷൻ ഡിസൈനിങ് പഠിച്ചു. ഇപ്പോൾ ഞാൻ BA ലിറ്ററേച്ചർ ചെയ്യുവാണ്. ഓക്കെ. അപ്പോൾ ഇനിയുള്ള ഫ്യൂച്ചറിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ലൈക്ക് ഒരു മോഡലായിട്ട് തന്നെ പോകണോ, ഒരു ആക്ട്രസ് ആയിട്ട് പോകുന്നു? എന്താണ് അനിയുടെ താല്പര്യം? നമുക്ക് രണ്ടും നോക്കാം. ഇപ്പോൾ കോണ്ടന്റ് ക്രിയേറ്റർ ആണ് ഒരു സൈഡിൽ നോക്കുകയാണെങ്കിൽ. ഇൻസ്റ്റാഗ്രാമിൽ 3 മില്യൺ വ്യൂസ് ഉള്ള വീഡിയോസൊക്കെ ഉണ്ട്. അത് കാരണം എന്തെങ്കിലും ആ ഒരു വീഡിയോസ് ഇട്ടതിൻ്റെ പേരിൽ കുറേ പ്രശ്നങ്ങൾ, നെഗറ്റീവ്സ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കമൻസ് വന്നിട്ടുണ്ടോ? വരാറുണ്ട്. അതിപ്പോൾ നമ്മൾ എത്ര നല്ല ചെയ്താലും അതൊരു ഫണ്ണി ആയിട്ടാണ് ആ ഒരു റീലൊക്കെ പോകുന്നത് ആക്ച്വലി. ഓക്കെ. പക്ഷെ ആൾക്കാർ അതൊരു നെഗറ്റീവായിട്ട് എടുക്കാറുണ്ട് ചില ആൾക്കാർ. പക്ഷേ ഇറ്റ്സ് ഫൈൻ. ഇനി വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടിൽ എനിക്ക് പപ്പയുണ്ട്, അമ്മയുണ്ട്, പപ്പയുടെ അമ്മയുണ്ട്, പിന്നെ എനിക്ക് കുറച്ച് പൂച്ചക്കുട്ടികളുണ്ട്. കുറച്ച് പൂച്ചക്കുട്ടികൾ എന്ന് പറയുമ്പോൾ ഒരു
10-16 പേരുണ്ട്. ഞങ്ങളൊരു കൂട്ടുകുടുംബമൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു. കുടുംബമായിട്ട് മക്കളുടെ മക്കളൊക്കെ അതെ. ചില്ല് ചെയ്ത് പോകും. ഇത് ഇവരൊക്കെ ആരാ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ഓൾറെഡി ഷൂട്ടിലൊക്കെ പോകുമ്പോൾ ആരാണ് നോക്കുന്നത്? നമ്മൾ പൂച്ചക്കുട്ടികളെന്ന് പറയുമ്പോൾ ഇവർ രാവിലെ ഉറങ്ങും, ഉച്ചയ്ക്ക് ഉറങ്ങും, രാത്രി ഉറങ്ങും. അതവർ ഫുഡ് കഴിക്കാൻ മാത്രം എഴുന്നേൽക്കുന്ന കുറച്ച് ആൾക്കാരാണ് അവർ. ഓക്കെ. അപ്പോൾ ഇവർ ഫുഡ് കഴിക്കുന്നു, പിന്നെ നമ്മളുടെ വീടിൻ്റെ അവിടെ തന്നെ ഇങ്ങനെ കിടന്നുറങ്ങും. എൻ്റെ വീടിൻ്റെ അകത്താകെ ഒരാളേ ഉള്ളൂ, സ്നോബൽ എന്നാണ് പേര്. ഓക്കെ. ബാക്കി എല്ലാവരും നമ്മുടെ വീടിൻ്റെ ചുറ്റുവട്ടം. അതെന്താ ഒരാളെ മാത്രം അകത്തും ബാക്കിയുള്ളവരൊക്കെ പുറത്തും അത് ഒരാൾ പേഴ്സണാണ്, ബാക്കിയെല്ലാം നമ്മുടെ നാടൻ കുട്ടികളാണ്. അതുകൊണ്ട് തമ്മിൽ ചേരില്ല, രണ്ടുപേരും ഫൈറ്റ് ആവും. ഓ അങ്ങനെ. അതുകൊണ്ടാണ്, അല്ലാതെ വേറൊന്നും കൊണ്ടല്ല. അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇൻകറക്റ്റ്നെസ് എന്ന് പറഞ്ഞ ആൾക്കാർ. അതെ. ഓക്കെ, ദെൻ വാട്ട് അബൌട്ട് യുവർ ഫ്യൂച്ചർ? ഇനിയിപ്പോൾ ഫ്യൂച്ചറിൽ എന്താണ് പ്ലാൻ? സിനിമ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യണോ, അതെ BA ലിറ്ററേച്ചർ പഠിച്ച് ഒരു ജോലിയിലോട്ട് കിടക്കുന്നുണ്ടോ? ആക്ച്വലി ഐ വാസ് പ്ലാനിങ് ടു എന്താ പറയുക, മൂവി, ആക്ടിങ്, ഇതൊക്കെയാണ് എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ. അപ്പോൾ എനിക്കൊരു ജോലി ചെയ്ത് സാലറി ബേസിൽ നിൽക്കാൻ എനിക്ക് അറിയില്ല ആക്ച്വലി. ഓക്കെ. അപ്പോൾ എനിക്ക് ആക്ടിങ് ഒക്കെയാണ് ആക്ച്വലി എൻ്റെ ഒരു താല്പര്യം. അതാണ്. മൂവിയിലാണെങ്കിൽ സാലറി മേടിക്കാണ്ടാണ്? അങ്ങനെയല്ല, അത് സാലറി ബേസ് അല്ലല്ലോ ആക്ച്വലി. അത് ഓരോ സമയത്ത് ഓരോ വർക്കല്ലേ. ഓക്കെ. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് പ്ലാൻ. ഓക്കെ. പക്ഷേ കുറച്ച് ഇൻഫ്ലുവൻസർ എന്ന രീതിയിലേക്ക് എത്തിയിട്ടുണ്ടോ ഇപ്പോൾ? ഇൻഫ്ലുവൻസിങ് രീതി എന്ന് പറയുവാണെങ്കിൽ ഞാൻ ട്രൈ ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ സോഷ്യൽ മീഡിയാസിൽ ഷെയർ ചെയ്യാറുണ്ട്. ഓക്കെ. അത് നല്ല കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യുമ്പോൾ ആൾക്കാർക്ക് അത് ഇൻഫ്ലുവൻസ് ആവാറുണ്ട്. ഓക്കെ. അങ്ങനെയാണ് ഞാൻ സോഷ്യൽ മീഡിയാസിൽ കോണ്ടന്റ് ഒക്കെ ഷെയർ ചെയ്യണേ. എന്ത് കൈൻഡ് ഓഫ് ഇൻഫ്ലുവൻസർ ആവണം എന്നാണ് ആഗ്രഹം? ഞാൻ ആക്ച്വലി പല രീതിയിലും ചെയ്തിട്ടുണ്ട് അതിൽ. അപ്പോൾ ഞാൻ ഫുഡ് പ്രൊമോഷൻസ് ചെയ്യാറുണ്ട്, ഫാഷൻ ചെയ്യാറുണ്ട്, ട്രാവലിംഗ് എല്ലാം ഞാൻ ചെയ്യാറുണ്ട്. എനിക്ക് എൻ്റെ ഡെയിലി വ്ളോഗാണ് ഞാൻ സോഷ്യൽ മീഡിയാസിൽ ഷെയർ ചെയ്യുന്നത്. ഓക്കെ. സോ ഡെയിലി വ്ളോഗ് എന്ന് പറയുമ്പോൾ ഞാൻ ഇപ്പോൾ യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോൾ ആകെ 4 വീഡിയോസ് വന്നിട്ടുള്ളൂ. യൂട്യൂബിലില്ല, ഞാൻ ഇൻസ്റ്റാഗ്രാമിലുള്ളൂ. യൂട്യൂബിൽ സ്വന്തം ചാനൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ ഇനി അതിൽ ഫോക്കസ് ചെയ്ത് യൂട്യൂബ് റവന്യൂ ഒക്കെ കിട്ടി അങ്ങനെ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? യൂട്യൂബ് ആക്ച്വലി എങ്ങനെയാണത് ഹാൻഡിൽ ചെയ്യുന്നത് എനിക്കറിയില്ല. ഓക്കെ. ഒരു മാനേജറിന് ആവശ്യമുണ്ടോ? മാനേജറുണ്ട്, പക്ഷെ അത് യൂട്യൂബിൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അത് ഞാനിപ്പോൾ പഠിച്ച് വരുന്നതേ ഉള്ളൂ, ആ ഒരു ടെക്നിക്കൽ വർക്ക്സ് ഒക്കെ. ബാക്കി ഇൻസ്റ്റാഗ്രാം നമുക്ക് ഓക്കെയാണ്. ഇൻസ്റ്റാഗ്രാം ഒറ്റയ്ക്കാണ് ഹാൻഡിൽ ചെയ്യുന്നത്? നമുക്ക് ടീമുണ്ട്, പക്ഷേ ഇൻസ്റ്റാഗ്രാമിൽ ഞാനുണ്ട്, അതിൽ എല്ലാവരും ഉണ്ട്. ഇനി ഇപ്പോൾ നമ്മളിപ്പോൾ കുറേ ഭാഗങ്ങൾ കേട്ട് വരുന്നൊരു കാര്യമാണ്, കുറേ നെഗറ്റീവ് ആയിട്ടുള്ള കമൻറ്റ്സ് വരുന്നു, അതുപോലെ തന്നെ നെഗറ്റീവ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് വരുന്നുണ്ട്. നെഗറ്റീവ് ഇൻ ദ സെൻസ് ഇപ്പോൾ നമ്മുടെ ബിഗ് ബോസ് എടുത്ത് നോക്കുകയാണെങ്കിൽ കൂടെ കിടന്നിട്ടുണ്ടോ എന്നൊക്കെ പറയുന്ന പോലെ സിനിമയിലും അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? ആരെങ്കിലും അങ്ങനെ വന്ന് മോശമായിട്ട് പെരുമാറുകയോ അങ്ങനെ എന്തെങ്കിലും? ഇല്ല, മോശമായിട്ട് പെരുമാറി ഇപ്പം എല്ലാവരും നേരിട്ട് ചോദിക്കുമല്ലോ നമ്മളടുത്ത് ഓക്കെ ആണോ അല്ലയോ. അപ്പം നമ്മൾ അല്ല എന്ന് പറയുവാണെങ്കിൽ പിന്നെ അവർ ആ വഴി വരില്ല. ഓക്കെ. അങ്ങനെ ആരെങ്കിലും വന്നിട്ടുണ്ടോ? ഇല്ല, ഇതുവരെ വന്നിട്ടില്ല. ഓക്കെ. ഇതുവരെ എനിക്കെല്ലാം സേഫായിരുന്നു. ഇതുവരെ സേഫായിരുന്നു. ഓക്കെ. ഓക്കെ. ഇനി നമുക്ക് കുറച്ച് ഞാൻ റാപ്പിഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഓക്കെ. ആ റാപ്പിഡ് ക്വസ്റ്റ്യൻസിൽ ഫസ്റ്റ് ചോദ്യം, സിംഗിൾ ആണോ? സിംഗിളാണോ? മിംഗിളാവാൻ റെഡി ആണോ? നല്ലത് വരട്ടെ. എന്നാലും നമുക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്താലോ? ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആരെങ്കിലുമൊക്കെ ഉണ്ടാവല്ലോ, വിളിച്ചതെന്ന് ചെറുതായിട്ടൊന്ന് പ്രപ്പോസ് ചെയ്താലോ? എൻ്റെ ആക്ച്വലി ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ്. പെൺകുട്ടിയെ നമുക്ക് വിളിക്കാൻ പറ്റില്ല. താല്പര്യമില്ല. ആ സൈഡിലേക്ക് നോക്കുന്നില്ല. അല്ല, പെൺകുട്ടിയെ നമ്മൾ എങ്ങനെ വിളിച്ചിട്ട് പ്രപ്പോസ് ചെയ്യും? ഇപ്പോൾ ലെസ്ബിയൻസ് ഒക്കെ ലീഗലാണല്ലോ. വേണ്ട അത് വേണ്ട. ഓക്കെ, ഫൈൻ. എന്നാൽ പിന്നെ ഞാൻ അടുത്ത ചോദ്യം ചോദിച്ചാൽ, കാറ്റ് ഓർ ഡോഗ്? ഓൾറെഡി കാറ്റാന്ന് പറയും, എന്തുകൊണ്ടാണ് ഡോഗ്സിനെ ഇഷ്ടപ്പെടാത്തത്? ഡോഗ്സിനെ എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ നമ്മളുടെ ഒരു അസോസിയേഷനാണ് ഏരിയ. അപ്പോൾ ഇത്രയും ഡോഗ്സ് വന്നു കഴിഞ്ഞാൽ അവിടെ പ്രശ്നമാവുമല്ലോ എല്ലാവർക്കും. ഓക്കെ. അതുകൊണ്ടാണ് ഡോഗ്സ് ഇല്ലാത്തത്. വേറെ കുഴപ്പമൊന്നുമില്ല എനിക്ക് അവരോട്. ഓക്കെ. ഇനിയിപ്പോൾ സിനിമയിൽ നോക്കുകയാണെങ്കിൽ ഇതുപോലെ ഹൊററായിട്ട് അല്ലെങ്കിൽ ഭയങ്കര സീരിയസ് ആയിട്ട് ഒരു ക്യാരക്ടറാണോ, ഇനി ബോൾഡായിട്ട് ഒരു ക്യാരക്ടറാണോ, അല്ലെങ്കിൽ ഒരു കൊമേഡി, ഏത് ക്യാരക്ടറാണ് താങ്കൾക്ക് ഇഷ്ടം? ഞാനിപ്പോൾ ഹൊറർ ചെയ്തു, നമുക്കിനി ബാക്കിയെല്ലാം ട്രൈ ചെയ്യാം. നല്ലൊരു സ്റ്റോറീസ് വന്നു കഴിഞ്ഞാൽ നമുക്കതൊരു, ഇപ്പോൾ കോമഡി ആണെങ്കിലും എന്താണെങ്കിലും നമുക്കത് ചെയ്യാം, അത് കുഴപ്പമില്ല. പക്ഷെ എനിക്ക് ഹൊററാണ് എൻ്റെ ആദ്യത്തെ ഫിലിം. എനിക്കത് നല്ലൊരു റോൾ ചെയ്യാൻ പറ്റി, അതിനെനിക്ക് നല്ല ഹാപ്പി ഉണ്ട്. അപ്പോൾ ഇനി വന്നാൽ ചിലപ്പോൾ ചെയ്യാം നല്ലൊരു ക്യാരക്ടറാണെങ്കിൽ. പക്ഷെ അതിൽ ആ സിനിമ ഞാൻ കണ്ടതിൽ വെച്ചിട്ട് കുറേ തലതിരിയുന്ന കുറേ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അതെ. ക്യാമറയും അനീനിയും ഒക്കെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന ആ സമയത്ത് എങ്ങനെയായിരുന്നു അത്? തലകറങ്ങിയോ അല്ലെങ്കിൽ എന്തായിരുന്നു ആ അവസ്ഥ? എനിക്ക് നല്ല പേടിയുണ്ടായി. ഞാൻ ആ സമയത്ത് ഫുഡൊന്നും കഴിച്ചില്ല. എന്നെ സെറ്റിലുള്ള എല്ലാവരും പറഞ്ഞ് പേടിപ്പിക്കുമായിരുന്നു. ഇപ്പോൾ DOP ആണെങ്കിലും ഡയറക്ടർ ആണെങ്കിലും എല്ലാവരും എന്നെ പറഞ്ഞ് നല്ലപോലെ പേടിപ്പിച്ചു. ഫുഡൊന്നും കഴിക്കരുത്, കറങ്ങുമ്പോൾ നമ്മൾ വൊമിറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്, അങ്ങനെ എന്നെ കുറേ പേടിപ്പിച്ചു. ഞാൻ ഫുഡൊന്നും കഴിച്ചില്ല ആ സമയത്ത്. അതെന്ന് പറയുമ്പോൾ നോർമലായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പാറു എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ
പെട്ടെന്ന് ആ ഒരു ഹൊററിലേക്ക് പോവാണ്. അപ്പോൾ ലോകം തന്നെ തലകീഴായി മറിയുന്നതായിട്ടാണ് ആ ഒരു സീൻ നമുക്ക്. അപ്പോൾ അത് നമ്മൾ റൊട്ടേറ്റ് ചെയ്തപ്പോൾ എനിക്ക് തോന്നുന്നൊരു 2-3 ടൈംസ് ആ ടേക്ക് പോയി. ഒന്നില്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഹെയർ ഫ്രണ്ടിലേക്ക് വരും, അല്ലെങ്കിൽ ഞാൻ നോക്കുന്നത് അതൊന്നും ശരിയാവാറുണ്ടായിരുന്നില്ല. ഒരു 2-3 ടേക്ക് എടുത്തു അത്. കറങ്ങി അത് ആദ്യം കറങ്ങിയത് റൈറ്റിലേക്കായിരുന്നു. അപ്പോൾ റൈറ്റിലേക്ക് ഇറങ്ങിയപ്പോൾ ശരിയായില്ല. പിന്നെ നമ്മൾ തിരിച്ച് ലെഫ്റ്റിലേക്ക് ഇറങ്ങി. അപ്പൊ അങ്ങനെ 2-3 കറക്കിൽ കറങ്ങിയത്. മൊത്തത്തിൽ എന്നെ കറക്കി. ഇല്ല, വാള് വെച്ചില്ല, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾ ആ ഒരു ക്യാരക്ടറായി കഴിഞ്ഞപ്പോൾ നമ്മൾ അത് ഓട്ടോമാറ്റിക്കലി ചെയ്ത് പോകുന്നതാണ്. ആക്ച്വലി നമ്മളൊന്നും ഇങ്ങനെ ചെയ്താൽ എന്തെങ്കിലും പറ്റുമോ എന്നൊന്നും നമ്മൾ ആ സമയത്ത് ചിന്തിക്കുന്നുണ്ടാവില്ല. ഫുൾ ഡെഡിക്കേറ്റഡ് ആണ്. അതെ, ആ സമയത്ത് ക്യാരക്ടറിന് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ റെഡി ആയിരുന്നു ആ സമയത്ത്. ഈ സമയത്ത് വന്ന് കയറിയപ്പോൾ തന്നെ ഇവിടെ ഭയങ്കര ഹൊറർ ഫീൽ ആയിരുന്നു. ഇടയ്ക്ക് ലൈറ്റ് പോയി, പിന്നെ സാധനങ്ങൾ വീണു. എനിക്ക് സംശയമുണ്ട് പോയെന്നല്ലേ പാറുകളൊക്കെ ഒന്ന് എവിടെയെങ്കിലൊക്കെ പോയി ഒന്ന് ചെക്ക് ചെയ്യേണ്ടി വരും. ഓക്കെ, ഈ വാട്ട് അബൌട്ട് ഇപ്പോൾ ആ സിനിമയിൽ തന്നെ ഇപ്പോൾ കുറച്ച് പേരായിട്ട് സീനിയറായിട്ട് മണിമലൻ രാജു, അതുപോലെ നീരജ്, സൈജു കുറുപ്പ്, ദേവനന്ദ, ഇവരൊക്കെ ആയിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്യാനായിട്ട് പറ്റി. അവരുടെ കൂടെയുള്ള എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? എല്ലാവരും നല്ല രീതിയിലായിരുന്നു. നമ്മുടെ ഒരു ക്രൂ മെമ്പേഴ്സ് നല്ലൊരു ഫണ്ണി ആയിരുന്നു. സെറ്റ് ഹൊററായിരുന്നെങ്കിലും ആൾക്കാരെല്ലാവരും നല്ല ഫണ്ണി ആയിരുന്നു. ഇപ്പം നമുക്ക് ഓണം സമയത്തായിരുന്നു നമ്മളുടെ ഷൂട്ട്. സോ മണിമലൻ രാജു സാറായിരുന്നു നമുക്ക് സദ്യയൊക്കെ എല്ലാവർക്കും വിളമ്പി തന്നത്. അപ്പോൾ അതൊക്കെ ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. എൻ്റെ പാരൻസ് ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഇതുവരെയും ആഘോഷിച്ച ഒരു ഓണത്തിൽ നിന്നും വളരെ ഒരു ഡിഫറെൻ്റ് ആയിരുന്നു. ഒരു ഫിലിം സെറ്റിൽ നമ്മൾ ആഘോഷിച്ചു. അപ്പോൾ അതൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര ഫസ്റ്റ് എക്സ്പീരിയൻസ്. അതെ അതെ. അപ്പോൾ ഒരുപാട് പേരുടെ കൂടെ ഓണം ആഘോഷിക്കാം. ഇതുവരെ ഓണം ആഘോഷിക്കുന്ന ഫാമിലി ആയിരുന്നു. പക്ഷെ ഇപ്പോൾ നമ്മളൊരു ഫിലിമിന്റെ ഭാഗമായപ്പോൾ അവരുടെ കൂടെ നമുക്ക് ഓണം സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ അത് നല്ലൊരു അടിപൊളിയായിരുന്നു. ഓക്കെ, ഇപ്പോൾ സൈജു കുറുപ്പായിട്ടുള്ള അഭിനയം എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? സൈജു ചേട്ടനായിട്ട് എനിക്ക് നല്ല ആ ഒരു സീനിൽ തന്നെ ഉണ്ട്. അപ്പോൾ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, എങ്ങനെ ഡയലോഗ് നമ്മൾ പറയും. കാരണം ഞാൻ ഇതുവരെയും ചെയ്തിട്ടില്ല ഇത്രയും സീനിയറായിട്ടുള്ള ഒരാളുടെ കൂടെ ആക്ടിങ്. അപ്പോൾ ആ സമയത്ത് എൻ്റെ അടുത്ത് കുറച്ചിങ്ങനെ പറഞ്ഞു തന്നു, ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം, അപ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആവും. അങ്ങനെ എന്നെ ഹെൽപ്പ് ചെയ്ത് ഞാൻ ചെയ്തപ്പോൾ ഞാൻ ഈ സ്ക്രീനിൽ കണ്ടപ്പോൾ എനിക്ക് കുറച്ചും കൂടി ബെറ്ററായി ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ ഞാൻ ആ മനുഷ്യേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, നമുക്ക് ഒരു ടേക്കും കൂടെ പോകാം. അങ്ങനെ മനുഷ്യേട്ടൻ പോവാം എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളൊരു ടേക്കും കൂടി പോയപ്പോൾ ആ സീൻ ഒന്നും കൂടി എനിക്ക് ബെറ്ററായി ചെയ്യാൻ പറ്റി. അപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ടിങ് ആയിരുന്നു. ഏറ്റവും നല്ലൊരു സീൻ, അതായത് അപ്രിസിയേഷൻ കിട്ടി, കൈയടി കിട്ടിയ ഒരു സീൻ ഉണ്ടായിരുന്നു ഏത് അഭിനയിച്ചത് കഴിഞ്ഞപ്പോൾ? ഏതെങ്കിലും ഒരു മൊമെന്റിൽ ഏതെങ്കിലും ഒരു സീൻ സ്പെസിഫൈഡ് ഞാൻ അഭിനയിച്ചത് സൂപ്പറായിരുന്നു എന്ന് തോന്നിയൊരു സംഭവം ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് 2 സീനുണ്ട് ഇഷ്ടപ്പെട്ടത്. ഒന്ന് ആ തലകീഴായി മറിയുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഞാൻ വണ്ടർലയിൽ പോലും റൈഡിന് കയറാത്ത ഒരാളാണ്. ഞാൻ കറങ്ങി, അതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ എക്സോസിസം ആ സീൻ, അത് ഭയങ്കര ഒരു പേടി ഉണ്ടാക്കുന്ന ഒരു സീനായിരുന്നു. അതായത് ചുറ്റിനുള്ള ആൾക്കാരാണെങ്കിലും ഭയങ്കര സൈലന്റ് ആയിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു അതൊരു 30 minutes ഒക്കെ ആ സീൻ പോയിട്ടുണ്ട് കട്ട് പറയാതെ കണ്ടിന്യൂസ്ലി. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഒരു ഞാനത് എന്താ ചെയ്യണ്ടേന്ന് എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല ആ സീനിൽ. പക്ഷെ ഞാനത് ചെയ്തുകൊണ്ടേയിരുന്നു. അതായത് മനുചേട്ടൻ കട്ട് പറയുന്നവരെ ആ സീൻ പോയിക്കൊണ്ടേയിരുന്നു ത്രൂ ഔട്ട്. ഓക്കെ, ഈ എക്സോസിസം അല്ലെങ്കിൽ ഒരു ബാധ കയറിയ കുട്ടി എന്ന രീതിയിലാണ് അനീന അതിൽ അഭിനയിച്ചിട്ടുള്ളത്. എങ്ങനെയാണ് എങ്ങനെ അത് സാധിച്ചു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. റിയൽ ലൈഫിൽ ഇങ്ങനെ തന്നെയാണോ ക്യാരക്ടർ? അല്ല, പാറും ഞാനും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. എന്താണ് വ്യത്യാസം? പാറു നന്നായിട്ട് പാട്ട് പാടുന്ന കുട്ടിയാണ്, നല്ല ഡാൻസ് കളിക്കുന്ന കുട്ടിയാണ്. ഇതൊന്നും ഞാനില്ല. പക്ഷെ പാറും ഞാനും സെയിം ആയി വന്ന ഒരു കാര്യമാണ്, പാറുവിൻ്റെ അടുത്ത് ആ വഴി പോവരുതെന്ന് പറഞ്ഞു, പാറു പോയി. ഞാനും എന്നോട് ഇത് ചെയ്യരുതെന്ന് പറഞ്ഞു, ഞാനും ചെയ്യും. അതാണ് ആകെ ഞങ്ങൾ തമ്മിലുള്ളൊരു മാച്ച്. പിന്നെ ഈ പാറുവിൻ്റെ ക്യാരക്ടർ മനുചേട്ടൻ എൻ്റെ അടുത്ത് പറയുമ്പോൾ എനിക്ക് എങ്ങനെ ഇത് ചെയ്യും, ഞാൻ എങ്ങനെ ആകും എന്ന് എനിക്കറിയില്ല. ബിക്കോസ് ഞാൻ ഒരു മോഡലാണ്. എൻ്റെ നടക്കുന്ന രീതി, സംസാരം, എൻ്റെ എല്ലാ കാര്യങ്ങളും, ഞാൻ നല്ലോണം ഫുഡ് കഴിക്കുന്ന ആളാണ്. അപ്പോൾ എനിക്ക് അപ്പോൾ എനിക്ക് ആ സമയത്ത് ഫുഡൊക്കെ കൺട്രോൾ ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഈ ഫുഡൊക്കെ കൺട്രോൾ ചെയ്യേണ്ടി വന്നപ്പോൾ തന്നെ എനിക്ക് നല്ലൊരു ദേഷ്യം വരാൻ തുടങ്ങി. ഞാൻ എൻ്റെ ഫോണൊക്കെ എറിഞ്ഞ് പൊട്ടിച്ചു. എന്താണ് ഞാൻ ചെയ്യുന്നതെന്ന് പോലും എനിക്ക് മനസ്സിലായില്ല. പക്ഷെ കാണുന്നവർ പറയുന്നത് ഞാൻ പാറു ആയിക്കൊണ്ടിരിക്കുവാണെന്നാണ്. ശരിക്കും ഒരു നാഗവല്ലി എഫക്റ്റ് ആയി തന്നെ. അല്ലിക്ക് ആഭരണം എടുത്ത ആ ഒരു ലെവലിലേക്ക് എത്തിയോ? ആ ലെവലിലേക്ക് എത്തില്ല, അത് വേറെ, ഇത് വേറെ. അപ്പോൾ പാറു ഭയങ്കര ഒരു
അതായത് എന്താ എനിക്ക് ബിരിയാണി മേടിച്ച് തന്ന ആ രീതിയിലെത്തി, അതാ ഞാൻ ഉദ്ദേശിച്ചത്. അതെ അതെ. അപ്പോൾ ആ സമയത്ത് നീ ഫുഡ് കഴിക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് ഫുഡ് കഴിക്കാത്തത് കൊണ്ടാണ് എനിക്ക് പാറു ആവാൻ പറ്റിയത്. അല്ലെങ്കിൽ ഞാൻ ആ സമയത്ത് വെയിറ്റ് ആയിരുന്നു കഴിഞ്ഞാൽ പാറു എന്ന് പറഞ്ഞ ക്യാരക്ടർ എനിക്ക് ആവാൻ പറ്റില്ല. ഓക്കെ, മനുഷ്യേട്ടൻ്റെ ഒരു വിശ്വാസത്തിലാണ് ഞാൻ ഈ ഫിലിമിൽ വന്നത്. ഓക്കെ. മനുചേട്ടനാണ് പാറു എന്നൊരു ക്യാരക്ടറിലേക്ക് എത്തിച്ചിട്ടുള്ളത്. പാർട്ട് ഓഫ് സിനിമ ഒരു തേപ്പ് കിട്ടിയെന്ന് വിചാരിക്കുക. എനിക്കൊരു തേപ്പ് കിട്ടി, എന്തായാലും പ്രേമിച്ചിട്ടില്ലല്ലോ, ഇനി ഭാവിയിൽ പ്രേമിക്കുകയാണെങ്കിൽ തേപ്പ് കിട്ടാതിരിക്കട്ടെ. അപ്പോൾ തേപ്പ് കിട്ടിയെന്ന് വിചാരിക്കുക. സോ ഹൗ യു വിൽ റിയാക്ട്? അത് ആക്ച്വലി എൻ്റെ സൈഡിൽ നിന്നുള്ള മിസ്റ്റേക്ക് ആണോ എന്ന് ഞാൻ ആദ്യം നോക്കും. ഓക്കെ, ഞാൻ പ്രേമിക്കുന്നു, എന്നെയോ? ഞാൻ അനിയനെ പ്രേമിക്കുന്നു, അനിയനെ ഞാൻ തേച്ചു. അനിയൻ എൻ്റെ അടുത്ത് എങ്ങനെയാണ് പ്രതികരിക്കുക? ഞാൻ ഭയങ്കര ഇമോഷണലി ആയിരിക്കും. ഇമോഷണലായിട്ട് കാണിച്ചതായോ? കരയാൻ പറ്റില്ല കേട്ടോ. എനിക്ക് ഗ്ലിസറിനൊക്കെ വേണ്ടി വരും. ഗ്ലിസറിൻ? എനിക്ക് ഗ്ലിസറിൻ ഉണ്ട് ഇവിടെ. ഉണ്ടോ? ഗ്ലിസറിൻ ഉണ്ടോ നീന? നമുക്ക് ഇത് ശരിയാവില്ല, ലെറ്റ്സ് ബ്രേക്ക്. അതെന്താണ്? പറ്റില്ല, തൻ്റെ ക്യാരക്ടർ എനിക്ക് പറ്റുന്നില്ല. ഇതെല്ലാം അറിഞ്ഞിട്ടല്ലേ എന്നെ ഇഷ്ടപ്പെട്ടെ? ഇപ്പോൾ പെട്ടെന്ന് എന്താ ഇങ്ങനെ? പക്ഷേ നിൻ്റെ ഈ ഫോട്ടോഷൂട്ട് മോഡലിംഗൊന്നും എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. എൻ്റെ ഈ മോഡൽ ഫോട്ടോ കണ്ടിട്ടല്ലേ എൻ്റെ അടുത്ത് ഇഷ്ടമാണെന്ന് പറഞ്ഞേ. പക്ഷേ നമ്മളൊരു ഫ്യൂച്ചർ ലൈഫിനെ പറ്റി ചിന്തിക്കുമ്പോൾ ഇതെനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. അതെന്താന്ന് ഞാൻ ചോദിക്കണേ? എനിക്ക് പറ്റില്ല, അത് ശരിയാവില്ല. നിൻ്റെ ഈ ക്യാരക്ടർ എനിക്ക് തീരെ പറ്റുന്നില്ല. നിങ്ങൾക്ക് മാറാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം, അല്ലെങ്കിൽ ലെറ്റ്സ് ബ്രേക്ക്. ഞാൻ എന്ത് മാറാൻ? ഞാൻ എന്തിനാ മാറണ്ടേ? കണ്ണൊക്കെ പറഞ്ഞല്ലോ പെട്ടെന്ന്. ഇവിടെ നിറഞ്ഞല്ലോ കണ്ണ്. ഒന്നില്ല, അത് എൻ്റെ ഇമോഷണൽ. ഞാൻ എങ്ങനെ തേക്കും എന്നുള്ളത് ആലോചിച്ചിരിക്കുകയായിരുന്നു. ഞാൻ അങ്ങനെയൊന്നും പോവില്ല. അങ്ങനെയൊന്നും പോവില്ല. അതായത് ഒരാൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആളെ കെട്ടി ഒരുമിച്ച് സുഖമായിട്ട്. എൻ്റെ അച്ഛനും അമ്മയും കാണുന്ന ഷോയാണിത്. ഓക്കെ, ഇനി സിനിമയിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ പാരൻസിൻ്റെ സപ്പോർട്ട് വേണമല്ലോ. അപ്പോൾ പാരൻസ് എങ്ങനെയാണ് ഈ സിനിമയിലേക്ക് സപ്പോർട്ടീവ് ആയിട്ട് പറഞ്ഞത്, അല്ലെങ്കിൽ എന്താണ് അവർ ഈ സിനിമ കണ്ടിട്ട് പറഞ്ഞത്? എൻ്റെ അച്ഛനും അമ്മയും ആക്ച്വലി അടിപൊളിയാണ്. അത് എന്നെ എത്രത്തോളം അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ അത്രയും സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. ഞാനിപ്പോൾ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ എൻ്റെ പപ്പയായിരിക്കും വിളിച്ചിട്ട് പറയുന്നത് കോണ്ടന്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വരണം, അതാകുമ്പോൾ ഒരാഴ്ച നമുക്ക് ഷെയർ ചെയ്യാമല്ലോ എന്ന്. ഓ, അപ്പോൾ മാനേജർ എന്ന് പറയുന്നത് പപ്പയാണോ? അല്ല. എൻ്റെ പപ്പ അത്ര അടിപൊളിയാണ്. നമ്മൾ എത്ര നന്നായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുമോ അത് ചെയ്താൽ മതി, പക്ഷെ നമ്മൾ നല്ല രീതിയിലായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ എനിക്കങ്ങനെ ഷൂട്ടിൽ ഇങ്ങനെ ആയിരിക്കണം അങ്ങനെ ആയിരിക്കണം എന്ന് കുഴപ്പമില്ല. ചില സമയത്ത് എൻ്റെ പപ്പയും അമ്മയൊക്കെ വരാറുണ്ട് ഷൂട്ടിൽ, അവർക്ക് അത്ര ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് അത്രയും സപ്പോർട്ടുണ്ട് വീട്ടിൽ. ഫിലിം എന്ന് പറയുമ്പോൾ എൻ്റെ പപ്പയ്ക്കായിരുന്നു ഏറ്റവും കൂടുതൽ സന്തോഷം. എൻ്റെ പപ്പയായിരുന്നു എൻ്റെ ചർച്ചിലും എല്ലാ കാര്യത്തിലും പോയി പ്രാർത്ഥിച്ചതും. നല്ലൊരു ബാനറിൽ വർക്ക് ചെയ്യാൻ പറ്റണം എന്നൊക്കെ എൻ്റെ പപ്പ എല്ലാ ദിവസവും പോയി പ്രാർത്ഥിക്കുമായിരുന്നു പള്ളിയിൽ. അപ്പോൾ എൻ്റെ പപ്പയ്ക്കും അമ്മയ്ക്കായിരുന്നു ഏറ്റവും കൂടുതൽ സന്തോഷം. അവരായിരുന്നു എല്ലാവരും വിളിച്ച് പറയുന്നതും അനിയന ഫിലിമിൽ വന്നിട്ടുണ്ട്, എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. അപ്പോൾ തിയേറ്ററിൽ നിന്ന് അവരുടെ കൂടെ കണ്ടപ്പോഴാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ പപ്പനെ ഞാൻ നോക്കുമായിരുന്നു, പപ്പനെ അമ്മേനെയും. അതെ. അപ്പം എന്തായിരുന്നു ഒരു സന്തോഷം, എന്താ പറയുക, മോളിലെങ്കിൽ സ്ക്രീനിൽ കാണാന്ന് പറയുമ്പോൾ ഒരു പ്രൗഡ് ഫീൽ ആയിരുന്നു അവരുടെ ഫേസിൽ. ഞങ്ങൾ സിനിമ ഞാൻ നോക്കുന്നു, എൻ്റെ സിനിമ വരുന്ന സമയത്ത് ഞാനിങ്ങനെ അപ്പോൾ അവർ ഭയങ്കര ഒരു പപ്പയുടെ മമ്മയുടെ കണ്ണിൽ നിന്ന് വെള്ളം വരുന്ന എന്തെങ്കിലും എന്നാ എൻ്റെ മോളൊക്കെ ഇങ്ങനെ അഭിനയിക്കുകയോ എന്നിങ്ങനെ പറഞ്ഞോ? ഒന്നും വന്നില്ല, പക്ഷെ അവർക്ക് നല്ലൊരു സന്തോഷം ഉണ്ടായി. കാരണം ഇത്രയും നാൾ ചെയ്തതിൽ വെച്ച് ഒരു ബെസ്റ്റ് കാര്യം ഞാൻ ചെയ്തു എന്നുള്ള രീതിയിലൊരു സന്തോഷം ഉണ്ടായിരുന്നു. വീട്ടിൽ വന്നിട്ടാണെങ്കിലും പപ്പ പറഞ്ഞു ഇങ്ങനെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, നല്ലതുപോലെ ചെയ്തിട്ടുണ്ട്. ഈ സിനിമയിൽ പറയുകയാണെങ്കിൽ ഗുളികൻ എന്നൊരു സംഭവമാണ് ഫുൾ ഫോക്കസ് ചെയ്യുന്നത്. എന്താണ് ഗുളികൻ എന്നൊരു ഐഡിയ ഉണ്ടോ? ഗുളികൻ ആക്ച്വലി എനിക്ക് തോന്നുന്നു കുറച്ച് ദൂരെയുള്ള സ്ഥലം, എനിക്ക് തോന്നുന്നു കണ്ണൂർ അവിടെയൊക്കെ ഗുളികൻ്റെ തറ അങ്ങനെയുണ്ട്. എനിക്ക് തോന്നുന്നു അവർ പ്രാർത്ഥിക്കുന്നതൊക്കെ ആയിരിക്കാം. എനിക്ക് ആക്ച്വലി അതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല, ഞാൻ ക്രിസ്ത്യനാണ്. ഇനി ഗൂഗിൾ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ മനുഷ്യരോട് ചോദിക്കേണ്ടി വരും. അപ്പം നമ്മൾ ഫിലിമിൽ കാണിക്കുന്നത് ഒരാളുടെ ഒരു ഇന്നറിലുള്ള നമ്മളുടെ പേടിയാണ്. ഇപ്പം നമ്മൾക്ക് ഓരോ ആൾക്കാർക്കും പേടിയുണ്ടാവും. ഇപ്പോൾ ഈവിളായി എന്നൊക്കെ പറയുന്ന പോലെ 12 മണിക്ക് നമ്മൾ ആ സമയത്ത് ഉച്ചയ്ക്ക് പോകാൻ പാടില്ല, ഇവിടെ പോകാൻ പാടില്ല, ഇങ്ങനെ പോയി അങ്ങനെ ഉണ്ടാവും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ വീട്ടുകാർ പറഞ്ഞിട്ടുണ്ടോ? അതായത് അനിയനയുടെ പാരന്റ്സ് എന്തെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ? എൻ്റെ അമ്മാമ്മ പറഞ്ഞിട്ടുണ്ട്. അമ്മാമ്മ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ചെയ്യരുത്. എന്താണ് പറഞ്ഞിട്ടുള്ളത്? അതായത് ഈ സമയത്ത് പുറത്തിറങ്ങി നിൽക്കരുത്. വൈകുന്നേരം എനിക്ക് അങ്ങനെ ഒരു 5:30-5 മണി ആ സമയത്ത് എനിക്കറിയില്ല, പക്ഷെ ആ സമയത്ത് അങ്ങനെ നിൽക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പറയുന്ന പോലെ പീരീഡ്സിൻ്റെ ഒക്കെ ടൈമിൽ ഈ ചെടിയിൽ തൊടരുത്. എനിക്കറിയില്ല, അത് ഞാൻ പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അങ്ങനെ ചെയ്യുന്നത് അതെ, എനിക്ക് തോന്നുന്നത് പെൺകുട്ടികളാണെന്ന് തോന്നുന്നത് കൂടുതൽ പറയുന്നത്, കാരണം നിങ്ങൾക്കതില്ലല്ലോ.
ഞങ്ങൾക്കല്ലേ സാറേ. അപ്പോൾ ഞങ്ങളോട് പറയാറുണ്ട് അങ്ങനെ ചെയ്യരുത്. പക്ഷെ എനിക്ക് തോന്നുന്നു പണ്ട് ഇത് പറയുന്നത് ഈ അമ്പലങ്ങളിലേക്ക് പെൺകുട്ടികൾ പോകണമെങ്കിൽ കാടിലൂടെ വേണം പോവാൻ. അപ്പോൾ പോകുന്ന സമയത്ത് ഈ പീരീഡ്സിന്റെ സമയത്ത് ചിലപ്പോൾ നമ്മൾ തലകറങ്ങി വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വീണ് നമുക്ക് എന്തെങ്കിലും ആനിമൽസിന്റെ അറ്റാക്കോ കാര്യങ്ങളും വരും. അങ്ങനെയാണ് പണ്ട് പറയുന്നത്. പണ്ടത്തെ കാരണവന്മാര് നമ്മുടെ നല്ലതിന് വേണ്ടിയാണ് പറഞ്ഞത്. പക്ഷെ ഇപ്പോൾ അത് പറഞ്ഞ് ചെടികളിൽ തുടരുത്, അവിടെ പോകരുത്, ഇവിടെ പോകരുത്. എനിക്ക് എൻ്റെ ക്ലാസ് ടൈമിൽ സ്കൂളിംഗ് ടൈമിലൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് കുട്ടികൾ. അപ്പോൾ അവർക്ക് എന്താ പറയുക, റൂമിൽ മാറി താമസിക്കണം. ഇപ്പോഴും ഉണ്ട് അത്, സ്റ്റിൽ അത് പോയിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ്. റൂമിൽ പീരീഡ്സ് ആയി കഴിഞ്ഞാൽ അച്ഛനെയും അമ്മേനെയും കാണരുത്, വേറെ റൂമിലായിരിക്കണം, വേറെ തന്നെത്താനെ ഫുഡ് ഉണ്ടാക്കി കഴിക്കണം. അതായത് ശബരിമലയ്ക്ക് പോകുന്ന പോലെ. അതായത് അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്. കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ ബെഡ്ഷീറ്റ് വാഷിംഗ് മെഷീനിൽ അലക്കി നമ്മൾ തന്നെ ആരും കാണാതെ ഇടണം. അങ്ങനെ പറയുന്ന കുട്ടികൾ ഉണ്ടായിട്ടുണ്ട് എൻ്റെ ക്ലാസ് ടൈമിൽ, സ്കൂളിംഗ് ടൈമിലൊക്കെ. അപ്പോൾ അതെനിക്ക് തോന്നുന്നു ഇപ്പോഴും ഉണ്ട് ഇത്. അതൊക്കെയാണ് നമ്മൾ ഈ ഫിലിമിലൂടെ കാണിക്കുന്നത്. അതായത് ഓരോ ആൾക്കാർ അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, അങ്ങനെയൊക്കെ പറയുന്നത്. അപ്പം അതാണ് ഗുളികൻ അല്ലെങ്കിൽ ഗു എന്ന മൂവിയിൽ കൂടുതലും. ഗു എന്ന് പറയുന്നത് പേരിൻ്റെ അർത്ഥം ഇന്നർ ഉള്ളൊരു പേടി, അതാണ് നമ്മൾ പറയുന്നത്. ഗുളികൻ ആ ഒരു ഇന്നർ, നമ്മളുടെ ഓരോ ആൾക്കാർക്ക് ഉണ്ടാവുന്ന ഓരോ പേടികളിനെയാണ് നമ്മൾ ആ സിനിമയിൽ കാണിക്കുന്നത്. സൈദു ചേട്ടൻ്റെ ആ ഒരു ക്യാരക്ടർ, നമ്മൾ ഓരോ ആൾക്കാരും ഓരോന്നും ഇങ്ങനെ പറഞ്ഞ് പേടിപ്പിച്ച് അമ്മ കിണറ്റിലേക്ക് വീഴുമ്പോൾ പുള്ളിക്ക് ഒച്ചയെടുക്കാൻ പറ്റുന്നില്ല. അതായത് പേടിച്ചിട്ടാണ്. അതൊക്കെയാണ് നമ്മൾ കാണിക്കുന്നത്. കുട്ടികളുടെ മനസ്സിലേക്ക് നമ്മൾ ഓരോന്നും ഇങ്ങനെ നിറച്ച് വിടുവാണ്. ചെറുപ്പം മുതലേ നമ്മൾ ഭക്ഷണം കഴിക്കാൻ ഒരു കുട്ടിക്ക് ഭക്ഷണം കൊടുക്കുന്നത് തന്നെ പേടിപ്പിച്ചിട്ടാണ്. അതെ, ഭൂതം വരും, പിടിച്ചോണ്ട് പോകും എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അതെ, എനിക്കൊന്നും എല്ലാവരും ഇങ്ങനെയാണ്. അതെ. പിന്നെ ഈ പറയുന്ന പോലെ ഇപ്പോഴും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു പ്രശ്നമാണ് വെളുപ്പ് കറുപ്പ്. വെളുത്ത ആൾക്കാർ നല്ലത്, കറുത്ത ആൾക്കാർ ചീത്ത എന്ന് പറയുന്നത്. ഈ കറുത്ത ആൾക്കാർ പറയാറുണ്ട് നിങ്ങൾ മരിക്കുന്നതിന് മുന്നേ എങ്ങനെയും വെളുക്കണം. പക്ഷേ ഈ വെളുത്തിരിക്കുന്ന ആൾക്കാർ നിങ്ങൾ മരണം വരെ വെളുത്ത് തന്നെ ഇരിക്കണം. ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങൾ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഫിലിമിൽ കാണിക്കുന്നത്. വെളുപ്പും കറുപ്പും അല്ല കാണിക്കുന്നത്. ഞാൻ പറഞ്ഞതാണ് ഒരു എക്സാമ്പിളായിട്ട്. അപ്പോൾ നമ്മളിലേക്ക് വെറുതെ അനാവശ്യമായിട്ട് കുറേ കാര്യങ്ങളൊക്കെ നടക്കുവാണ്. ഇപ്പോൾ വൈകുന്നേരം 6 മണി കഴിഞ്ഞാൽ പെൺകുട്ടികൾ പുറത്തിറങ്ങാൻ പാടില്ല. എന്താ പുറത്തിറങ്ങിയ അങ്ങനെയൊക്കെയാണ്. സേഫ്റ്റി ആയിരിക്കാം. പക്ഷെ കുറച്ച് പ്രായമുള്ള ആൾക്കാർ ഇപ്പോൾ പറയാറില്ലേ, പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആൾക്കാർ 6 മണി കഴിഞ്ഞാൽ പുറത്തിറങ്ങി നിൽക്കാൻ പാടില്ല. കേട്ടിട്ടില്ല. അതെന്തുകൊണ്ടാണ് എനിക്കറിയില്ല. അത് പേടിച്ചു കഴിഞ്ഞാൽ ആയിരിക്കാം. പക്ഷെ ചില ആൾക്കാർ പറയുന്നത് നമ്മളുടെ തലക്ക് മേലെ ഒരു പക്ഷിയും പറക്കരുതെന്ന്. പണത്തിന് മേലെ പക്ഷി പറക്കരുതല്ല. പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആൾക്കാർ അങ്ങനെയുണ്ട്. അങ്ങനെ കേട്ടിട്ടുണ്ട്. എൻ്റെ കസിൻ്റെ അടുത്ത് അങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ എന്തോ വൈകുന്നേരം എന്തോ അറിയില്ല, എനിക്കറിയില്ല, അങ്ങനെ എന്തോ കേട്ടിട്ടുണ്ട്. പേടിനെയാണ് നമ്മൾ കാണിക്കുന്നത്. നമ്മളിപ്പോ എന്തെങ്കിലും ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ആലോചിക്കില്ലേ, അയ്യോ അങ്ങനെ ചെയ്യുന്നതിന് മുന്നേ നമുക്കൊന്ന് പ്രാർത്ഥിച്ചിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ ഈ സമയത്ത് പോയി കഴിഞ്ഞ് വന്നാൽ അയ്യോ എന്തെങ്കിലും ഉണ്ടാവും, നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ. പേടിയുണ്ടോ? എന്തെങ്കിലും പേടി എനിക്കുണ്ട്. അതെന്താണ്? കാര്യമായിട്ട് പേടിനെ പറ്റി പറയുന്നുണ്ട്. സോ അനീനിക്ക് എന്തൊക്കെയാണ് പേടിയുള്ള കാര്യങ്ങൾ? എനിക്കെല്ലാം പേടിയാണ്. ഞാൻ ഹൊററായിട്ട് അഭിനയിച്ചു എന്നേ ഉള്ളൂ. ഞാനായിരിക്കും ഏറ്റവും കൂടുതൽ പേടിച്ചത്. എനിക്ക് നല്ല പേടിയാണ് ആക്ച്വലി. എനിക്കൊരു റൂമിലേക്ക് പോകാൻ തന്നെ നല്ല പേടിയാണ്. പോകുന്ന വഴിയെല്ലാം ലൈറ്റിട്ട് ഞാൻ മാറിയത്. എനിക്ക് നല്ല പേടിയാണ്. എനിക്ക് ഈ സമയത്ത് പുറത്തിറങ്ങി കഴിഞ്ഞാൽ എന്തെങ്കിലും ഉണ്ടാവും. നേരത്തെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ കുറച്ചും കൂടി ബെറ്റർ. കാരണം എനിക്ക് ഷൂട്ടൊക്കെ ലേറ്റ് നൈറ്റ് കഴിഞ്ഞ് വരാറുണ്ട്. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഇപ്പോൾ കുഴപ്പമില്ല. നേരത്തെ പോവാറുണ്ട്, ലേറ്റായി വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇപ്പോൾ കുഴപ്പമില്ല. പക്ഷെ നേരത്തെ ഒക്കെ ഉണ്ടായിരുന്നു ആ ഒരു പേടി. ഇപ്പോൾ വലിയ കുഴപ്പമില്ല. പാരൻസ് സൈഡിൽ നിന്ന് എന്തെങ്കിലും ഡ്രസ്സിംഗ് ഒന്ന് ശ്രദ്ധിക്കാം എന്നങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പറയാറുണ്ട്. അത് മീൻസ് കുറച്ചും കൂടി നന്നായി, അതായത് അങ്ങനെ പറയാറില്ല. ഇപ്പോൾ നമ്മളൊരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ഇപ്പോൾ ഞാനിപ്പോൾ കുർത്തിയിടുന്ന പോലെ ഇപ്പോൾ നമ്മളൊരു മരണം വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഇതേപോലത്തെ ഡ്രസ്സ് ഇട്ട് നമുക്ക് പോകാൻ പറ്റില്ല. അതായത് ഓരോ സ്ഥലത്തും അതിൻ്റേതായിട്ടുള്ളൊരു രീതിയുണ്ട് നമ്മൾ ഡ്രസ്സിങ്ങിൻ്റെ. അപ്പോൾ അങ്ങനെ പറയാറുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെയാണ് എല്ലായിടത്തും പോകാറ്. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്തൊരു സെഗ്മെന്റിലേക്ക് എടുക്കാം. സെഗ്മെന്റ് ഒന്നുമില്ല, ചെറിയൊരു ടങ് ട്വിസ്റ്റർ. മലയാളത്തിൽ ഞാനും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇല്ല എന്നാൽ നമുക്കിപ്പോൾ സെറ്റാക്കാം. കുട്ടൻ കുപ്പി തപ്പി തട്ടാൻ തട്ടി കുപ്പി. കുട്ടൻ കുപ്പി തപ്പി തട്ടാൻ അല്ല, തട്ടാൻ തട്ടി കുപ്പി. കുട്ടൻ കുപ്പി തപ്പി തട്ടാൻ തട്ടി കുപ്പി. 10 വട്ടം. 10 ഒരു വട്ടം തന്നെ പറഞ്ഞു. വേഗം പറഞ്ഞു. കുട്ടൻ കുപ്പി തപ്പി
തട്ടാൻ കുപ്പി തട്ടി. ഇല്ല, തട്ടി കുപ്പി. തട്ടി കുപ്പി. പിന്നെ ദൈവമേ. ഓ പോരട്ടെ. കുട്ടാൻ കുപ്പി തപ്പി തട്ടാൻ കുപ്പി തട്ടി. ഇല്ല. എന്തോ ഇതിന്. കുട്ടൻ കുപ്പി തട്ടി. കുട്ടൻ കുപ്പി തപ്പി. കുട്ടൻ കുപ്പി തപ്പി തട്ടാൻ തട്ടി കുപ്പി. എല്ലാം കിട്ടിയ ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. കുട്ടൻ കുപ്പി തപ്പി. കുട്ടനാരാ? കുട്ടൻ കുപ്പി തപ്പി. ഇത് മലയാളം ക്ലാസ്സോ? ഇത് നടപടിയാവില്ല. കുട്ടൻ കുപ്പി തപ്പി തട്ടാൻ തട്ടി കുപ്പി. വേഗം പറഞ്ഞോ. കുട്ടൻ കുപ്പി തപ്പി തട്ടാൻ കുപ്പി തട്ടി. തട്ടാൻ തട്ടി കുപ്പി. ചെറിയൊരു വാക്കിട്ട്. ഗൂഗിളാണ്. ഗൂഗിൾ പറഞ്ഞു. കുട്ടൻ കുപ്പി തപ്പി തട്ടാൻ തട്ടി കുപ്പി. 10 വട്ടം പോട്ടെ. കുട്ടൻ കുപ്പി തപ്പി തട്ടാൻ തട്ടി കുപ്പി. കുട്ടൻ കുപ്പി തപ്പി തട്ടാൻ തട്ടി കുപ്പി. കുട്ടൻ കുപ്പി തപ്പി തട്ടാൻ തട്ടി കുപ്പി. പഠിച്ചിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. അടുത്തത് ഇതിപ്പോഴാണ് പഠിച്ച കൈസ്. ഓക്കെ. വണ്ടി കുന്ന് കയറി കുന്ന് വണ്ടി വണ്ടി കുന്ന് കയറി കുന്ന് വണ്ടി കയറി. വണ്ടി കുന്ന് കയറി കുന്ന് വണ്ടി കയറി. സ്പീഡിൽ പറയണം. സ്പീഡ് പറയാൻ പറ്റില്ല. അത് പറ്റില്ല. പറഞ്ഞു നോക്ക്. ട്രൈ ചെയ്തു. ട്രൈ ചെയ്യാം നമുക്ക് എന്തായാലും. വണ്ടി കുന്ന് കയറി കുന്ന് വണ്ടി കയറി. വണ്ടി വണ്ടി കുന്ന് കയറി കുന്ന് വണ്ടി കയറി. വണ്ടി കുന്ന് കയറി കുന്ന് വണ്ടി കയറി. ഇത് 2-3 തവണയായി. സ്പീഡിൽ 10 വട്ടം പറയണം. സ്പീഡിൽ പറഞ്ഞാലാണ് സാധനം കിട്ടുള്ളൂ. വണ്ടിനെ തേടും. എന്തെങ്കിലാവട്ടെ. സ്പീഡിൽ കയറി. വണ്ടി കുന്ന് കയറി കുന്ന് വണ്ടി കയറി. വണ്ടി കുന്ന് കയറി കുന്ന് വണ്ടി കയറി. ഇത് ഫാമിലി ഷോ ആണ്. ആ ഒരു സംഭവം സ്റ്റക്ക് വരാൻ പാടില്ല. അവിടെ കറക്റ്റ് കിട്ടുന്ന സാധനം. വണ്ടി കുന്ന് കയറി കുന്ന് വണ്ടി കയറി. വണ്ടി കുന്ന് കയറി അത് കഷ്ട തെറ്റിട്ടില്ല. ഓക്കെ ഫൈൻ. ഏത് രീതിയിലാണ് എനിക്കൊരു പ്രപ്പോസൽ കിട്ടണമെന്ന് ഒരു ആഗ്രഹം? ലൈക്ക് ഓരോരുത്തർക്കും ഓരോ ഫാന്റസി ഉണ്ടല്ലോ. എൻ്റെ പപ്പ അത്ര ഫണ്ണിയല്ല. അത്ര ഫണ്ണിയല്ല. എന്നാലും ഒരു ഫാന്റസി ഉണ്ടാവല്ലോ. ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഇല്ല, നല്ലൊരാളായ മതി. നല്ലൊരാളെന്ന് പറയുമ്പോൾ എന്താണ് കൺസെപ്റ്റ്? കൺസെപ്റ്റ് നമുക്ക് അറിയാം. എങ്ങനെയാണ്? അതായത് ഞാനിപ്പോൾ ഷൂട്ടൊക്കെ ചെയ്യുന്ന ആളാണ്. അപ്പം എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി വരുന്നത് ഷൂട്ടും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതൊന്നും മനസ്സിലാക്കിയാൽ മതി. വേറെ പ്രശ്നമൊന്നുമില്ല. അതൊക്കെ നമുക്ക് ശരിയാക്കാം. മനസ്സിലാക്കിയാൽ മതി. അത് ലേറ്റ് നൈറ്റൊക്കെ പോകുമ്പോൾ തെറ്റിദ്ധരിക്കാതിരുന്നാൽ മതി. വേറെ കുഴപ്പമൊന്നുമില്ല. ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള അതെ ഒരു വ്യക്തിനെ കിട്ടും വേണം. അനിയനൊരു ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കും. അതെ. ഓക്കെ. ഈ ഒരു കാലത്തിൽ പോലെ ചീറ്റ് ചെയ്യില്ല. ഇല്ല. ഉറപ്പാണ്? ഇല്ല. ആളിങ്ങനെ ഇല്ല ആരോട് പറയണ്ട. ഓക്കെ ഫൈൻ. അപ്പോൾ എന്നാലും ഒരു ഫാന്റസി എന്തെങ്കിലും ഉണ്ടോ? ലൈക്ക് ഇങ്ങനെ പ്രപ്പോസ് ചെയ്യണം, അല്ലെങ്കിൽ 6 അടി പൊക്കം, നല്ല വെളുത്ത് നിറം, നല്ല കട്ടത്താടി. താടിയൊന്നുമില്ല എന്നാലും കട്ടത്താടി, അങ്ങനെ എന്തെങ്കിലുമൊക്കെ എന്നെ എടുത്ത് പൊക്കണം. നമ്മുടെ പൃഥ്വിരാജ് ചോക്ലേറ്റിൽ പറയില്ലേ, നമ്മുടെ എന്താ പറയുക, ഒരാളോട് അടിച്ചു കഴിഞ്ഞാൽ അങ്ങനെ എന്തോ പറയില്ലേ, അതുപോലെ എന്തെങ്കിലുമൊക്കെ കൺസെപ്റ്റ് ഉണ്ടോന്നാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ ഇല്ല. എന്നാലും എന്തെങ്കിലുമൊക്കെ കുറച്ച് വെറൈറ്റി വരുവാണെങ്കിൽ നമുക്ക് നോക്കാം. എന്താണ് ഈ വെറൈറ്റി? അതവർ പിന്നെ ഫ്ലവേഴ്സൊക്കെ വരണം. സ്ഥിരമാണ്, എന്നാലും എനിക്കത് വെറൈറ്റി ആണ്. കുറച്ച് ഫ്ലവറൊക്കെ ആയിട്ട് വരാം. കുറച്ച് ക്ലീശ പരിപാടി കുറച്ച് നല്ലത്. ക്ലീശയിലാണ് താല്പര്യം. അതെ, പ്രേമം എന്നൊക്കെ പറഞ്ഞ ക്ലീശയാണ്. പ്രേമം എന്ന് പറഞ്ഞാൽ ക്ലീശയാണ്. ക്ലീശ ഇല്ലെങ്കിൽ അത് പ്രേമല്ല. അതെ, ആറ്റിറ്റ്യൂഡൊക്കെ ആണെങ്കിൽ ഒരു സുഖമില്ല. അതെ. സോ ഒരു ബൊക്കയില് ഫ്ലവറൊക്കെ ആയിട്ട് മുട്ടുകുത്തിയില്ല കുഴപ്പമില്ല. എന്നാലും അങ്ങനെ ഫ്ലവറൊക്കെ ആയിട്ട് വന്നാൽ ഓക്കെയാണ്. ഒരു ചിക്കൻ ബിരിയാണി കൂടെ ആണെങ്കിൽ ഓക്കെ. ചിക്കൻ ബിരിയാണി ഡബിൾ ഓക്കെ. അപ്പം തന്നെ ഓക്കെ. ഞാൻ ആലോചിച്ച് നോക്കട്ടെ. ഇവിടുത്തെ ചിക്കൻ ബിരിയാണി ഇത് നല്ലത് നോക്കിയിട്ട് പറഞ്ഞേ. സിലോണിന്റെ നല്ലതാണ്. സിലോൺകാർക്ക് പ്രൊമോഷൻ ആയിട്ട് സിലോണിലെ ബിരിയാണി നല്ലതെന്ന് പറയും. സിലോണിലെ ബിരിയാണി ഞാൻ സിലോണിൽ പോയി കഴിക്കാറുണ്ട്. ഓക്കെ. പിന്നെ എവിടെയാണ്? സിലോൺ, പാരഗൺ. പിന്നെ എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു ബിരിയാണി ഹട്ടുണ്ട്. അവിടുത്തെ ചിക്കൻ ബിരിയാണി. വീട് എവിടെയാണ്? ലൊക്കേഷൻ കറക്റ്റ് പറയുകയാണെങ്കിൽ പറയുവാണെങ്കിൽ ഇപ്പം എല്ലാവരും വരും. അതെ, ആരും വരാൻ വേണമെന്നൊന്നും പറയണ്ട. ഈ സൗന്ദര്യം കണ്ടിട്ട് മയങ്ങാത്തവരുണ്ട്. ഇത് ഞാൻ പറഞ്ഞു പറയിപ്പിച്ചല്ല. ഷീസ് വെരി ക്യൂട്ട്. അത് ഞാൻ ഓപ്പൺ ആയിട്ട് പറയാം. പക്ഷെ കുറച്ച് പൊട്ടിയിട്ടുണ്ടെന്നുള്ളൂ. അതിപ്പോ നമ്മൾ രണ്ടുപേരും ഉണ്ടല്ലോ, രണ്ടുപേർക്കും ഉണ്ടല്ലോ. എന്തൊക്കെയാണ് മുഖത്ത് മുഖത്ത് ഇതൊക്കെ പറയാം. ഒരു പെൺകുട്ടിയുടെ അടുത്ത് മേക്കപ്പിനെ പറ്റി പറയൂ. സോ എൻ്റെ മുഖത്ത് ഇപ്പോൾ സൺസ്ക്രീൻ, മോയ്സ്ചറൈസർ, കൺസീലർ, ലിപ്സ്റ്റിക്, സെറ്റിംഗ് സ്പ്രേ,
ഫൗണ്ടേഷൻ അല്ല ഇനിയിപ്പോൾ എന്താ ഇല്ലാത്തത്? കുറച്ചുകൂടി രാവിലെ കുറച്ച് ബ്ലഷ് ഉണ്ട് ചിരിക്കുമ്പോൾ. ഓ ആ ഒരു ക്യൂട്ട്നെസ് വരാൻ വേണ്ടിയിട്ട് നന്നായി സൂപ്പർ. വേറെ ഒന്നുമില്ല. എല്ലാ ദിവസവും ഇങ്ങനെ തന്നെയാണോ? അല്ല, ഞാൻ ഷൂട്ടിനൊക്കെ പോകുമ്പോഴാണ് മേക്കപ്പ് ഇടുന്നത്. അല്ലാത്ത സമയം ഞാൻ ഭയങ്കര മിനിമൽ കാര്യങ്ങളൊക്കെ ആയിരിക്കും. മേക്കപ്പ് ഒന്നും ഉണ്ടാവില്ല. പക്ഷെ മോയ്സ്ചറൈസർ യൂസ് ചെയ്യും. എൻ്റെ സ്കിൻ കുറച്ച് ഡ്രൈ ആണ്. ഓക്കെ. മോയ്സ്ചറൈസർ യൂസ് ചെയ്തിട്ടായിരിക്കും ഫുൾ ടൈം. ഓക്കെ. അപ്പോൾ ഫുഡാണ് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം എന്ന് പറയുന്നു. ഫുഡാണ്. പക്ഷെ ഇപ്പോൾ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മളിപ്പോൾ പെട്ടെന്ന് ഒരു ചിക്കൻ ബിരിയാണി കൊണ്ടുവച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? കഴിക്കും. എങ്ങനെയാണ് കഴിക്കുക? കൈകൊണ്ട് ഞാൻ ഇത്ര ക്ലീശാന്ന് വിചാരിച്ചില്ല. ആ ഒരു ഇപ്പോൾ പെട്ടെന്ന് ഇത്രയും ഡയറ്റൊക്കെ ചെയ്തിരിക്കുകയാണല്ലോ, ഇപ്പോൾ ഫ്രണ്ടിൽ ഒരു ബിരിയാണി ഇരിക്കുന്നത് പ്രതീക്ഷിക്കുക, അല്ലെങ്കിൽ ഉള്ളിൽ അങ്ങനെ ചിന്തിക്കുക, അതെങ്ങനെയാണ് എങ്ങനെ കഴിക്കും? എങ്ങനെയാണ് കഴിക്കും? ഞാൻ നല്ല എൻജോയ് ചെയ്തായിരിക്കും. നല്ല അടിപൊളിയായിട്ട് സോഫ്റ്റ് ആയിട്ട് ചിക്കനൊക്കെ ഇങ്ങനെ കിള്ളി ചിക്കൻ കാലൊക്കെ എടുത്ത് കടിച്ച് അച്ചാറൊക്കെ എടുത്ത് കുറച്ച് സാലഡൊക്കെ ഇട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് തന്നെ കഴിക്കും. ഒരു പപ്പടവും ഒരു എഗ്ഗും കൂടി ഉണ്ടെങ്കിൽ ഓക്കെ സെറ്റ്. പപ്പടമൊക്കെ ഇങ്ങനെ പൊടിച്ച് ഗോതമ്പ് മൂവിയിൽ നമ്മുടെ ടോവിനോ പറയുന്ന പോലെ ഒരു ഫീല് കിട്ടിയില്ല. ഫീലിംഗ് കിട്ടിയില്ല. ഫീലോട് പറയാം. ശരിക്കും ബിരിയാണി കാണാം. എന്നാലും നമ്മുടെ ടോവിന് പറയില്ലേ ഒരു പൊറോട്ട ഇങ്ങനെ എടുത്ത് ബീഫ് ഇങ്ങനെ വായിലിടല്ലോ വെള്ളം വരുന്നു. അതുപോലെ പറയണം. ഓക്കെ, ഇറക്കി. അതായത് ചിക്കൻ ബിരിയാണി അത് നമ്മളുടെ ആ ഒരു ബോക്സിൽ നമ്മൾ എടുത്ത് വെച്ച് അപ്പോൾ അതിൻ്റെ ആവിയൊക്കെ ഇങ്ങനെ പോയി ആ ഒരു ലെഗ് പീസ് ആ ഫ്രണ്ടിൽ വരും. അതിങ്ങനെ ഒന്നാക്കി അപ്പോൾ എല്ലാ സൈഡിലേക്ക് ഇങ്ങനെ താഴ്ത്തു നമ്മൾ ബിരിയാണി ഇങ്ങനെ ഒന്നാക്കില്ലേ. അപ്പോൾ സൈഡിലേക്കൊക്കെ വന്ന് നമ്മൾ ആ ചിക്കൻ കാലം എടുത്തൊന്ന് മാറ്റി വെച്ച് ചോറ് ഇങ്ങനെ എടുത്ത് ആ മസാലയൊക്കെ വെച്ച് ഇങ്ങനെ ഒന്ന് കുറച്ചിങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ എന്താ സാറേ, പിന്നെ അതങ്ങ് ആക്രാന്തം കൂടെ കഴിച്ചാൽ മതി. പിന്നെ ചുറ്റിനൊന്നും പിന്നെ ചിക്കനും കടിച്ച് കുറച്ച് അതെൻ്റെ പൂച്ചക്കുട്ടി ഉണ്ടാവുള്ളൂ കൂടെ. വീട്ടിലാണെങ്കിൽ അവനെ കൊടുക്കേണ്ടി വരും. മനസ്സോടെ ഞാൻ കൊടുക്കും. കാര്യം ഇഷ്ടമൊക്കെ ആണെങ്കിലും ചിക്കൻ ബിരിയാണി നമുക്ക് ആരും കൊടുക്കാൻ പറ്റില്ല. ചിക്കൻ ബിരിയാണി കഴിഞ്ഞിട്ട് വേറെ എന്തോ ഉള്ളൂ. അപ്പോൾ ഇന്ന് എന്തായാലും പോകാൻ വഴിക്ക് ഞാൻ ചിക്കൻ ബിരിയാണി മേടിച്ചു തരാം. തരുമോ? തന്നിരിക്കും. തന്നിരിക്കും. ഇപ്പോൾ നമ്മളിപ്പോൾ സിനിമ കണ്ടിറങ്ങി കുറച്ച് തിയേറ്റർ റെസ്പോൺസ് എടുക്കുന്ന കുറച്ച് ആൾക്കാർ ഓൺലൈൻ മീഡിയ ആണല്ലോ എന്തിലും. അതായത് നമ്മൾ എന്ത് ചെയ്താലും ഓൺലൈൻ മീഡിയയിൽ നമ്മൾ അറിഞ്ഞിരിക്കും. ന്യൂസ് ചാനൽ പറഞ്ഞാൽ മുമ്പ് ഓൺലൈൻ മീഡിയ. അങ്ങനെ കുറച്ച് ചാനലിലൊക്കെ അനിയനായിട്ട് കുറച്ച് എക്സ്പോസ്ഡ് അല്ലെങ്കിൽ തിയേറ്റർ റെസ്പോൺസ് പറയുന്ന കുറച്ച് വീഡിയോസ് വന്നു. അത് ഭയങ്കര ബാഡായിട്ട് കുറച്ച് പോയിട്ടുണ്ട്. കുറച്ച് നെഗറ്റീവ് റീച്ച് കിട്ടിയിട്ടുണ്ട്. അതിനെ പറ്റി എന്താണ് അനിയനിക്ക് പറയാനുള്ളത്? ഞാൻ ആക്ച്വലി അറിഞ്ഞില്ല. ഇപ്പം പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ആക്ച്വലി. പക്ഷേ എനിക്കത് കുഴപ്പമില്ല. കാരണം ഞാൻ എങ്ങനെയാണെന്ന് എനിക്കറിയാം. ഞാൻ ഡ്രസ്സ് ചെയ്യുന്നത് തികച്ചും എൻ്റെ കാര്യമാണ്. ഞാനതൊരു എക്സ്പോസിങ് അല്ലെങ്കിൽ ആരെങ്കിലും കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഡ്രസ്സ് ചെയ്യാറില്ല. ഞാൻ എനിക്ക് കംഫർട്ടായിട്ട് എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് എനിക്ക് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സിങ് ആണ് ഞാൻ അന്നും ഇന്നും ഇനിയും ഡ്രസ്സ് ചെയ്യാറുള്ളൂ. സോ എൻ്റെ ഫാമിലിക്ക് എല്ലാവർക്കും ഓക്കെയാണ്, എല്ലാവർക്കും ഓക്കെയാണ്. ഓൺലൈനിലുള്ള ആൾക്കാർക്കാണ് ആക്ച്വലി പ്രശ്നം എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. അവർക്ക് എന്തെങ്കിലും കോമെൻറ്റ്സ് ഒക്കെ ഷെയർ ചെയ്യേണ്ടതെന്ന് ഓർത്ത് ഷെയർ ചെയ്യുന്നതായിരിക്കാം. ഓക്കെ. എനിക്ക് വേണ്ടിയിട്ട് ചെറിയൊരു സർപ്രൈസ് നമ്മൾ ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. അനീനെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അനീനെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അനീനെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. ആൾ ഭയങ്കര ഫേമസ് ആണ്. ഒന്ന് കണ്ടാലോ? കാണാം. അപ്പോൾ നമുക്ക് ആ ഗസ്റ്റ് വിളിക്കാം. പ്ലീസ് കം. അപ്പോൾ സിനിമ കണ്ടോ? സിനിമ കണ്ടായിരുന്നു. എങ്ങനെയുണ്ട് അനിയുടെ? നല്ല ഹൊറർ സിനിമ. അനീന നല്ല രീതിയിൽ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്താ അനീനയുടെ സർപ്രൈസ്? എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും പറയാനുണ്ടോ? എന്താണ് സിനിമയിൽ തോന്നിയത്? സിനിമ ഒരു പ്രത്യേകിച്ച് ഒരു സിനിമയാണ്. പ്രത്യേകതയുള്ളത് തന്നെയാണ്. ഹൊററും ബിജിഎമ്മും കാര്യങ്ങളും പിന്നെ ഓരോ ആക്ടേഴ്സിൻ്റെ പെർഫോമൻസും എല്ലാം നല്ല വർക്ക് ടൈപ്പ് സിനിമയാണ്. എല്ലാ ആളുകളൊക്കെ എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു സിനിമ. ഓക്കെ. പക്ഷേ ഈ ഗുളികൻ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് അതിനെ പറ്റി എന്താണ് മിസ്റ്റർ പെരേരയ്ക്ക് പറയാനുള്ളത്? പേടിപ്പെടുത്തുന്നൊരു ഹൊറർ അനുഭവം തന്നെ പറയാം. അതായത് റിലീജിയനായിട്ട് ബന്ധപ്പെട്ടതൊരു പ്രത്യേകതയുള്ള സംഭവം. ഓക്കെ.